ജീവിത വിജയത്തിന് വിൻ വിൻ പോളിസി അനിവാര്യമാണ്. വിൻ വിൻ പോളിസി എന്നാൽ എനിക്കും വിജയം നിങ്ങൾക്കും വിജയം. നാം ഇടപെടുന്ന എല്ലാവരോടും, അത് ബിസിനസ്സിലാകട്ടെ, ജോലിയാകട്ടെ, സ്വയം തൊഴിലാകട്ടെ, വർക്ക് ഫ്രം ഹോം ആകട്ടെ, വീട്ടിലാകട്ടെ, നാം ഇടപെടുന്ന ഇടങ്ങളിലെല്ലാം തന്നെ വിൻ വിൻ പ്രിൻസിപ്പിൾ, എനിക്കും വിജയം നിങ്ങൾക്കും വിജയം. ചിലരുണ്ട്, നിങ്ങൾക്ക് എന്തു പറ്റിയാലും കുഴപ്പമില്ല, ഞാൻ അങ്ങ് വിജയിച്ചാൽ മതി, അതായത് നിങ്ങൾ പരാജയപ്പെട്ടാലും കുഴപ്പമില്ല, എൻ്റെ വിജയം കിട്ടിയാൽ മതി എന്നുള്ളത്. അത് തീർത്തും നമ്മുടെ മാനസികമായ ലെവലിൽ നോക്കിയാലും ജീവിതത്തിലെ എല്ലാ മേഖലകളിലെ വിജയവും മൈൻഡ് ഗെയിമാണ്. അതൊരു ഫിസിക്കൽ ഗെയിം അല്ല. അല്ലെങ്കിൽ ഈവൻ കായിക ഇനങ്ങളിൽ പോലും അതൊരു മൈൻഡ് ഗെയിമും കൂടിയാണ്. മൈൻഡിന്റെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ അവിടെ വിജയിക്കാൻ കഴിയുള്ളൂ. ജീവിതത്തിന്റെ എല്ലാ ഏരിയകളിലെയും ആ ഒരു കരിയർ സക്സസ് ആവുക എന്നുള്ളത് മൈൻഡിന്റെയും കൂടെ പിൻബലം ഉണ്ടെങ്കിൽ നടക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ പരാജയം എന്ന് ചിന്തിക്കുമ്പോൾ മറ്റൊരാളുടെ പരാജയമാണ് ചിന്തിക്കുന്നതെങ്കിലും അത് ചിന്തിക്കുന്നത് നമ്മുടെ സ്വന്തം മൈൻഡിലാണ്. അപ്പൊ നമ്മുടെ സ്വന്തം മൈൻഡിലേക്കാണ് ആ പരാജയം എന്നുള്ള ആ ഒരു കമാൻഡ് പോകുന്നത്. അതുകൊണ്ട് തന്നെ വിൻ വിൻ പോളിസിക്ക് ആയുഷ്കാലം മുഴുവൻ നിലനിൽക്കുന്ന വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്നവർ വിൻ വിൻ പോളിസി നന്നായി മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ജീവിതത്തിന്റെ എല്ലാ ഏരിയകളിലും, സാമ്പത്തികം ഉൾപ്പെടെയുള്ള എല്ലാ ഏരിയകളിലും വലിയ വിജയങ്ങൾ ഉന്നമിടുന്നുവെങ്കിൽ വലിയ വിജയങ്ങൾ ഉന്നമിടുക തന്നെ വേണം. എന്തായാലും ഈ ലോകത്ത് നമുക്ക് കാണാൻ കഴിയും, ലോകത്തിലെ ഏത് മേഖലയാകട്ടെ, കലയാകട്ടെ, കായികമാകട്ടെ, രാഷ്ട്രീയമാകട്ടെ, മറ്റേത് മേഖലയാകട്ടെ, സാമ്പത്തികം ഉണ്ടാക്കുന്ന കാര്യങ്ങളിലാകട്ടെ 90% ആളുകളും പിന്തള്ളപ്പെട്ടു പോകുന്നു, 10% ആളുകളെ വിജയിക്കുന്നുള്ളൂ. അതിലെ ആ അൾട്രാ സക്സസ്, ആ വൻ വിജയം നേടിയ ആളുകൾ ഭൂരിപക്ഷം ആളുകളും തന്നെ ആ വിൻ വിൻ പ്രിൻസിപ്പിൾ അറിഞ്ഞോ അറിയാതെയോ കീപ്പ് ചെയ്യുന്നവരാണ്. ഇനി മറ്റു ചിലരുണ്ട്, അതായത് 3 പ്രിൻസിപ്പിളാണ്. ഒന്ന് വിൻ വിൻ പ്രിൻസിപ്പിൾ, മറ്റൊന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു വിൻ ലൂസ് പ്രിൻസിപ്പിൾ, നീ പരാജയപ്പെട്ടാലും ഞാൻ വിജയിച്ചാൽ മതി. മറ്റൊന്നുണ്ട് ലൂസ് വിൻ പോളിസി. ചില ആളുകളുണ്ട്, ഞാൻ പരാജയപ്പെട്ടാലും കുഴപ്പമില്ല, നിങ്ങൾ അങ്ങ് വിജയിച്ച് കണ്ടാൽ മതി. അമിത നന്മമരം ചമയലും, ചിലപ്പോൾ സ്വഭാവേന തന്നെയും, ഞാൻ പരാജയപ്പെട്ടാലും കുഴപ്പമില്ല, നീ അങ്ങ് വിജയിച്ച് കണ്ടാൽ മതി. അപ്പോഴും അവനവനെ പരാജയപ്പെടുത്തുകയാണ്. അതും ഈ പ്രപഞ്ചത്തിലെ ഒരു വിലയേറിയ വ്യക്തിത്വത്തെ സ്വയം പരാജയപ്പെടുത്തുകയാണ്. എന്ത് തന്നെയായാലും ആ സ്വയം പരാജയപ്പെടുത്താനുള്ള തീരുമാനവും നല്ലത് തന്നെയല്ല. ലൂസ് വിൻ പ്രിൻസിപ്പിൾ നല്ലതല്ല. വിൻ ലൂസ് പോളിസിയും, എനിക്ക് വിജയിക്കാൻ വേണ്ടി നിങ്ങൾ പരാജയപ്പെട്ടാലും കുഴപ്പമില്ല എന്നുള്ള ആ പ്രിൻസിപ്പിളും ശരിയല്ല. വിൻ വിൻ പ്രിൻസിപ്പിൾ ആയിരിക്കണം. മഹത് വ്യക്തിത്വങ്ങളെല്ലാം തന്നെ അറിഞ്ഞോ അറിയാതെയും, നമുക്ക് അറിയുമായിരിക്കില്ല അവർ അത്തരം പ്രിൻസിപ്പിൾ കീപ്പ് ചെയ്തിരുന്നു എന്ന് ഉള്ളത്. ഒരുപക്ഷെ അങ്ങനെ ചെയ്യുന്നവരും അവരതൊരു മഹത്തായ കാര്യമാണെന്ന് അറിയുമായിരിക്കില്ല, അറിയാതെ തന്നെയും ചെയ്യുന്നവരുണ്ടാകും. ഏതായാലും മഹത് വ്യക്തിത്വങ്ങളെല്ലാം തന്നെ കൂടെയുള്ളവരെയും താൻ ഇടപെടുന്ന എല്ലാവർക്കും തന്നെ വിജയം ആഗ്രഹിക്കുന്നവരും അവരുടെയും വിജയം മറ്റുള്ളവരുടെയും വിജയം, അതിന് വേണമെങ്കിൽ സാമൂഹിക പ്രതിബദ്ധത എന്ന് വേണമെങ്കിൽ പറയാമെങ്കിൽ അത്ര വലിയ സാമൂഹ്യ പ്രതിബദ്ധതയൊന്നും അല്ല എങ്കിൽ പോലും നാം ഇടപെടുന്ന ഏരിയകളിൽ ഒന്നുകൂടെ, അത് ബിസിനസ് ആകട്ടെ, ജോലിയാകട്ടെ, സ്വയം തൊഴിലാകട്ടെ, വർക്ക് ഫ്രം ഹോം ആകട്ടെ, എന്ത് തന്നെ ആകട്ടെ, നമുക്ക് അവിടെ വിജയം വേണമെങ്കിൽ നമ്മോടൊപ്പമുള്ള ടീം മെമ്പേഴ്സ് മീൻസ് അത് ആരുമാകാം, കസ്റ്റമേഴ്സ് ആകാം, സ്റ്റാഫ് ആകാം, ബോസ് ആകാം, ഏത് രീതിയിലും നാം ഇടപെടുന്ന എല്ലാവരുടെയും വിജയം കൂടെ ആഗ്രഹിച്ചുകൊണ്ടാണ് നമുക്കും വിജയം അവർക്കും വിജയം, എനിക്കും വിജയം നിങ്ങൾക്കും വിജയം. ആ ഒരു രീതിയിലാണ് നമ്മുടെ പ്രിൻസിപ്പിൾ, നമ്മുടെ ആ ഒരു പോളിസി ഉള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പോളിസി കീപ്പ് ചെയ്യുന്ന ആളുകൾ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലോകത്ത് ഒട്ടനവധി ഉദാഹരണങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെ ഈ അടുത്ത കാലത്തുള്ള നമ്മുടെ മലയാളികൾക്ക് തന്നെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു ഉദാഹരണം പറയാമെന്ന് കരുതുകയാണ്. മഹാനടൻ തിലകൻ സാറിന്റെ ഒരു വലിയൊരു ഉദാഹരണം. അദ്ദേഹം സ്ഫടികം എന്ന സിനിമയിൽ അഭിനയിക്കുന്ന കാലഘട്ടത്തിൽ, ആ സ്ഫടികം എന്ന സിനിമയിൽ മോഹൻലാൽ സാറിന്റെ ചെറുപ്പകാലം അഭിനയിക്കുന്ന രൂപേഷ് സാർ, അദ്ദേഹം കുട്ടിക്കാലമാണ്. അപ്പോൾ രൂപേഷ് സാറിനോട് എപ്പോഴും തിലകൻ സാർ വളരെ പരുഷമായ ആ സെറ്റിലുടനീളം, സാധാരണ എല്ലാവരും ഷൂട്ടിംഗ് സൈറ്റുകളിൽ എപ്പോഴും ആ ഷൂട്ടിംഗ് ഒഴിഞ്ഞുള്ള സമയങ്ങളിൽ വളരെ ജോളിയായി പരസ്പരം തമാശകളൊക്കെ പറഞ്ഞാണ് ആ സമയം കഴിക്കാറുള്ളത്. പക്ഷെ ഇതിന് വിപരീതമായി തിലകൻ സാർ എപ്പോഴും രൂപേഷ് സാറിനോട്, അന്ന് അദ്ദേഹം കുട്ടിയാണ്, രൂപേഷ് സാർ കുട്ടിയാണ്, അദ്ദേഹത്തോട് എപ്പോഴും പരുഷമായി പെരുമാറുമായി ഇരുന്നുള്ളൂ. അപ്പോൾ അത് എല്ലാവരും അത് എന്താണ് തിലകൻ സാർ ഇങ്ങനെ ചിന്തിച്ചിട്ടും ഉണ്ടാകാം. ഏതായാലും ആ സെറ്റിലുടനീളം ആ സിനിമ ഷൂട്ടിംഗ് ആരംഭിച്ച് ആ സിനിമ ഷൂട്ടിംഗ് കഴിയുന്ന കാലം വരെ തിലകൻ സാറ് രൂപേഷ് സാറിനോട്, മോഹൻലാൽ സാറിന്റെ ആടുതോമ എന്ന കഥാപാത്രത്തിന്റെ കുട്ടിക്കാലം അഭിനയിച്ചിരുന്ന രൂപേഷ് സാറിനോട് വളരെ പരുഷമായി പെരുമാറാറുണ്ടായിരുന്നുള്ളൂ. ആ സിനിമയൊക്കെ റിലീസായി, അത് വൻ വിജയം നേടി. വർഷങ്ങൾക്ക് ശേഷം, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, ഞാൻ വായിച്ച അറിവ് ശരിയാണെങ്കിൽ 10-12 വർഷങ്ങൾക്ക് ശേഷം, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം രൂപേഷ് സാർ മുതിർന്നതിന് ശേഷം തിലകൻ സാർ അദ്ദേഹത്തെ ഒരിക്കൽ കണ്ടുമുട്ടിയപ്പോൾ, ആടുതോമ എന്ന് സ്നേഹത്തോടെ വിളിക്കുകയും
രൂപേഷ് സാർ അടുത്തേക്ക് വന്നപ്പോൾ അപ്പോൾ രൂപേഷ് സാറിന് മനസ്സിലൊരു ചിന്ത ഉണ്ടായിരുന്നു അത്രേ. അങ്ങനെയാണ് ഞാൻ വായിച്ചറിഞ്ഞത്. ഏതായാലും തിലകൻ സാറിന് എന്താണ് അത്ര ഒരു അരോചകത എന്നോട് തോന്നാൻ കാരണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും ആ ഒരു ഭയപ്പാടോടെ തിലകൻ സാറിന്റെ അടുത്തേക്ക് അദ്ദേഹം ആടുതോമ എന്ന് മുതിർന്നതിന് ശേഷം ആ കണ്ടുമുട്ടൽ വേളയിൽ അദ്ദേഹം തിലകൻ സാർ വിളിച്ചപ്പോൾ ഇദ്ദേഹം അടുത്ത് ചെന്നപ്പോൾ തിലകൻ സാർ സ്നേഹത്തോട് ചോദിച്ചു അത്രേ, ആടുതോമ, അന്ന് ഞാൻ അങ്ങനെ ആ സെറ്റിൽ പെരുമാറിയത് തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയോ എന്ന് ചോദിച്ചു അത്രേ. അപ്പം അദ്ദേഹം അത്ഭുതം കൂറിയപ്പോൾ തിലകൻ സാർ തന്നെ അതിന് ഉത്തരം പറഞ്ഞു അത്രേ, അന്ന് ഞാൻ നിന്നോട് ആ സൈറ്റിൽ മറ്റെല്ലാവരോടും പെരുമാറുന്നത് പോലെ വളരെ ഫ്രണ്ട്ലി ആയി പെരുമാറി നീ എന്നോടും ഫ്രണ്ട്ലി ആയിരുന്നുവെങ്കിൽ ആ കഥാപാത്രത്തോട് നിനക്ക് നീതി പുലർത്താൻ കഴിയുമായിരുന്നില്ല. നീ അഭിനയത്തിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു, കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമായിരുന്നു എന്നുള്ളത്. കാരണം ഇവിടെ സ്വഭാവന തന്നെ ആ ഒരു അകൽച്ച തോന്നിയത് കൊണ്ട്, അദ്ദേഹം പരുഷമായി പെരുമാറിയത് കൊണ്ട് അതിൻ്റെ ഒരു ഭീതിയും അതിൻ്റെ ഒരു ഭയപ്പാടോടും കൂടിയാണ് അദ്ദേഹം എപ്പോഴും അഭിനയിച്ചിരുന്നത്. ആ കഥാപാത്രത്തിന്, ആ കുട്ടിയുടെ കഥാപാത്രത്തിന് അത് അനിവാര്യമായിരുന്നു താനും. കൂടെയുള്ളവരെ അവരറിയാതെ അഭിനയിപ്പിക്കുന്ന ഒരു അഭിനയ മികവെന്നും ഇതോട് ചേർത്ത് വായിക്കാം. ഏതായാലും കൂടെയുള്ളവരെ വിജയിപ്പിക്കാൻ വേണ്ടി തൻ്റെ സൽപ്പേരിന് പോലും കോട്ടം തട്ടുമോ എന്ന് ചിന്തിക്കാതെ, തീർച്ചയായിട്ടും ചിന്തിച്ചു നോക്കൂ. തിലകൻ സാറിൻ്റെ, അദ്ദേഹം അതൊന്നും മൈൻഡ് ചെയ്യുന്ന ആളല്ലെങ്കിൽ പോലും പല മഹാമനുഷ്യരും അങ്ങനെയാണ്. തൻ്റെ സൽപ്പേരിനോ തൻ്റെ റെപ്യൂട്ടേഷനോ തൻ്റെ ആളുകൾക്കിടയിലുള്ള വിലയ്ക്കോ എന്തെങ്കിലും ഭംഗം വരുമോ എന്ന് പോലും ചിന്തിക്കാതെ തൻ്റെ വിജയവും അവരുടെ വിജയവും, അവിടെ തിലകൻ സാർ കൂടെയാണ് വിജയിക്കുന്നത്, ആ സിനിമയാണ് വിജയിക്കുന്നത്, മൊത്തം ആ ടീമാണ് വിജയിക്കുന്നത്. അങ്ങനെ നിരവധി, രത്തൻ ടാറ്റയുടെ കാര്യത്തിലും ധീരുഭായ് അംബാനിയുടെ കാര്യത്തിലും തോമസ് ആൽവ എഡിസന്റെ കാര്യത്തിലും അങ്ങനെ നിരവധി മഹാരഥന്മാരുടെ ജീവിതത്തിൽ അങ്ങനെ നിരവധി സന്ദർഭങ്ങൾ, സംഭവങ്ങൾ വിവരിക്കാനുണ്ട്. ഏതായാലും ഇന്ന് ഈ ഒരു കാര്യം കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാമെന്ന് കരുതുകയായിരുന്നു. ഏതായാലും വിൻ വിൻ പോളിസി, ജീവിതത്തിൽ വലിയ വിജയം ആഗ്രഹിക്കുന്നവർ വിൻ വിൻ പോളിസി കീപ്പ് ചെയ്യുന്നത് അതാത് കരിയറിൽ വിജയിക്കാനും അതാത് കരിയറിൽ നിന്ന് സാമ്പത്തിക ശേഷി ആഗ്രഹിക്കുന്നവരും, അത് ബിസിനസ്സിലാണെങ്കിൽ പോലും ആ സാമ്പത്തിക ഉയർച്ച കൂടി ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്കും വിജയം, നമ്മുടെ സ്റ്റാഫിനും വിജയം, നമ്മുടെ ക്ലയൻസിനും വിജയം, നമ്മോട് ഇടപെടുന്ന എല്ലാവർക്കും വിജയം. ഇനി എല്ലാവരും, അത് സ്റ്റാഫ് ആകട്ടെ ക്ലയൻസ് ആകട്ടെ, എല്ലാവരും അങ്ങനെ കരുതിയാൽ അവരവരുടെ ജീവിതത്തിൽ വിജയിക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഏതായാലും 90% ആളുകളും ഇതൊന്നും അംഗീകരിക്കാൻ കൂട്ടാക്കുന്നവരല്ല. അവർ ആ 90% ആളുകളും, അതുകൊണ്ട് തന്നെ ലോകത്ത് എപ്പോഴും 90% ആളുകളും പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുകയും ചെയ്യും. നിങ്ങളും ആ വിജയികളായ 10% ആളുകളുടെ ഗണത്തിൽ എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഏത് മേഖലയാകട്ടെ, വിൻ വിൻ പോളിസി കീപ്പ് ചെയ്യുക. ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉറപ്പു തന്നെയാണ്.